ഏറ്റവും വലിയ ഇബാദത്ത് നിർവഹിച്ച് ലോകത്ത് മാതൃക കാണിച്ചു തന്ന നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 13 ജമാഅത്തല്ലേ തങ്ങൾക്ക് ആകെ നഷ്ടമായത് ജീവിതത്തില്. ഒന്ന് ചിന്തിക്കണം. ഞാൻ ഈ കണക്ക് പറയുമ്പോ ആരോഗ്യമുള്ള എന്റെ ചെറുപ്പക്കാരെ, എന്റെ ജേഷ്ഠാനുജന്മാരെ, ഉപ്പമാരെ, സൗകര്യങ്ങളുടെ പറുദീസയിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ, എനിക്ക് ഇപ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ല, എന്തും ആകാമെന്ന് ചിന്തിക്കുന്നവരെ ഒന്നാലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തായി നിസ്കാരം നിർവഹിച്ച 10 വർഷമല്ലേ? മദീനയിലെത്തിയ ശേഷമല്ലേ സഹോദരങ്ങളെ ജമാഅത്ത് നിസ്കാരം, സംഘടിത നിസ്കാരം സജീവമായി ആരംഭിക്കുന്നത്? ആ സംഘടിത നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആകെ നഷ്ടമായ ജമാഅത്തിന്റെ കണക്ക് 13 എന്ന് പറയുമ്പോ 13 എന്ന് കൂട്ടുമ്പോ എത്രയാണത്? 2 ദിവസമല്ലേ 10 ജമാഅത്ത്? 3 ദിവസം തുടർച്ചയായി പറയാനില്ലല്ലോ. നമ്മുടെ ജീവിതകാലത്ത് ജമാഅത്ത് നഷ്ടമായത് കൂട്ടുമ്പോ നഷ്ടമായ കണക്കല്ലേ കൂടുതൽ പറയാനുള്ളത്? നഷ്ടമല്ലാത്ത കണക്ക് കുറച്ചല്ലേ കൂട്ടാനുള്ളൂ. ചിലർക്കൊക്കെ ആകെ ഒരു ജമാഅത്ത് ആഴ്ചയിൽ 1 മാത്രമാണ്, ജുമുഅ മാത്രം. കാരണം അതിന് ജമാഅത്ത് ഷർത്താണല്ലോ. ഒറ്റക്കത് നിസ്കരിക്കാനാവാത്തത് കൊണ്ടാണ്. വല്ല കൗലും ഇനി അതിനുണ്ടെങ്കിൽ അതിന് ദാവൂദുല്ലാഹിറിന്റെ കൗല് പിടിക്കേണ്ടി വരും. ഞാനത് പറയില്ല, കാരണം അത് അണ്ടർലൈനിട്ട് ആൾക്കാർ സ്വീകരിക്കും. എല്ലാത്തൊരു കാലം മൂപ്പര കണക്ക് പറഞ്ഞാൽ ചിലപ്പോ അതിനും അടിവര ഇട്ടിട്ട് ജുമയ്ക്ക് ഒരാൾ മതി എന്നുള്ള കണക്ക് പറഞ്ഞാൽ ചിലപ്പോ അങ്ങനെ അടുത്ത ആഴ്ച വീട്ടിലേക്ക് ആരെങ്കിലും ഇരുന്നാലോ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വേണ്ട, അത് വിട്ടേക്ക. അതാ ജമാഅത്തിൽ തന്നെ ഒന്ന് പങ്കെടുത്തോട്ടെ. സഹോദരങ്ങളെ, ജുമുഅ മാത്രം ജമാഅത്തായി ലഭിക്കുന്നവരുണ്ട്. ഉമ്മമാരെ, പുരുഷന്മാർക്കാണ് ഈ വഅദ് എന്ന് നിങ്ങൾ കരുതരുത്. ജമാഅത്തിലായി നിങ്ങളും വീട്ടിൽ നിന്ന് നിസ്കരിക്കണം. നിങ്ങളെ കൂടെ പെൺമക്കളില്ലേ, മരുമക്കളില്ലേ, ജമാഅത്തല്ല നിസ്കാരം പഠിച്ച നല്ല ചെറിയ കുട്ടികളില്ലേ വീട്ടില്? 2ഉം 3ഉം ആളുകൾ പലപ്പോഴും വീട്ടിലുണ്ടാകാറില്ലേ സ്ത്രീകളായിട്ട്? ജമാഅത്തായി നിസ്കരിക്കണം. നിങ്ങൾക്കും ജമാഅത്ത് സുന്നത്ത് തന്നെയാണ്. ആ സുന്നത്ത് ഒഴിവാക്കരുത്.